വിശ്വാസം അതൊരു കൊലക്കയറാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൻ്റെ ഭൂപടത്തിൽ ശാന്തമായി ഉറങ്ങിക്കിടന്ന കൂടത്തായി എന്ന കൊച്ചു ഗ്രാമം. അവിടെയുള്ള പൊന്നാമറ്റം തറവാടിൻ്റെ ചുവരുകൾക്ക് പറയാനുള്ളത് സ്നേഹത്തിൻ്റെ കഥകളല്ല, മറിച്ച് മരണത്തിൻ്റെ കയ്പുള്ള രഹസ്യങ്ങളാണ്. 14 വർഷങ്ങൾ, 6 മൃതദേഹങ്ങൾ. 2002 ആ തറവാട്ടിലെ അന്നമ്മ തോമസ് കുഴഞ്ഞു വീണു മരിച്ചു. അവരെ താങ്ങുമ്പോഴും ആരും അറിഞ്ഞില്ല വിധി അവരെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു എന്ന്. 6 വർഷങ്ങൾക്ക് ശേഷം ടോം തോമസും പിന്നാലെ സ്വന്തം ഭർത്താവ് റോയ് തോമസും മരിച്ചു വീണു. ഹൃദയാഘാതമെന്ന് ലോകം വിധിയെഴുതി. പക്ഷേ ആ മരണങ്ങൾക്കിടയിലെ നിശബ്ദതയിൽ ഒരു രൂപം മാഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. കൈവെള്ളയിൽ ഒളിപ്പിച്ച സയനൈഡ് തരികളുമായി, ചുണ്ടിലൊരു കപട പുഞ്ചിരിയുമായി ജോളി ജോസഫ്. തൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സമാകുന്നവരെയെല്ലാം അവൾ മണ്ണിലേക്ക് അയച്ചു. പിന്നീട് അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ. അവർ വീണു കഴിഞ്ഞിട്ടും അവളുടെ രക്തദാഹം അടങ്ങിയില്ല. പിഞ്ചുകുഞ്ഞായ ആൽഫൈൻ, 1.5 വയസ്സുകാരിയുടെ നിഷ്കളങ്കമായ ആ ചിരിയെ സയനൈഡിൻ്റെ കയ്പുകൊണ്ട് അവൾ എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. പിന്നീട് സിലി തോമസും ആ കറുത്ത പട്ടികയിൽ ചേർക്കപ്പെട്ടു. പകൽ വെളിച്ചത്തിൽ NIT പ്രൊഫസർ എന്ന വ്യാജവേഷം കെട്ടിയാടിയ ജോളി രാത്രിയിൽ കല്ലറകൾക്ക് കകാവൽ നിൽക്കുന്ന ഒരു നിഴലായി മാറി. പക്ഷേ മണ്ണൊരിക്കലും സത്യങ്ങളെ ദഹിപ്പിക്കില്ല. 2019 ആ കല്ലറകൾ തുറന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മണ്ണടിഞ്ഞ ആ അവശിഷ്ടങ്ങളിൽ നിന്ന് സയനൈഡിൻ്റെ രൂക്ഷഗന്ധം ഉയർന്നു വന്നു. വിശ്വസിച്ചവർക്ക് മരണത്തിൻ്റെ കയ്പുനീർ നൽകിയ ആ മുഖം മൂടി അന്ന് ലോകത്തിനു മുന്നിൽ തകർന്നു വീണു. സ്നേഹനിധിയായ മരുമകളിൽ നിന്ന് കേരളം കണ്ട ഏറ്റവും വലിയ കൊടും കൊലയാളിയിലേക്കുള്ള ജോളിയുടെ ദൂരം വെറും 6 സയനൈഡ് തരികളായിരുന്നു.